എൻ്റെ പേര് ബിന്ദു. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ മായ. ഞാനിവിടെ ഇതുവരെ അമ്മയും ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് 15 വർഷത്തോളമായിട്ടുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ തുമ്മലാണ്, ഭയങ്കരമായ തുമ്മൽ. ഒരു ദിവസവും ഒരു ഗുളിക രാത്രിയുണ്ട്, ടെലികാസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു ഗുളിക, അതില്ലാതെ എനിക്ക് ഉറങ്ങാനേ പറ്റൂല. എന്നും രാത്രി, അതൊരു ദിവസം ഞാൻ മറന്നു പോയ പിറ്റേന്ന് എൻ്റെ ദിവസം തുമ്മൽ കൊണ്ട് കഴിയുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഡോക്ടർമാരെ പല ഡോക്ടറെയും കാണിച്ചതാണ്, ഹോമിയോ ഇംഗ്ലീഷ് മരുന്നൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മാറൂല, ഇത് കണ്ടിന്യൂ ആയിട്ട് ഈ ഗുളിക കഴിച്ചും കൊണ്ടേ നിൽക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാനത് വെച്ചില്ല. ഒരു ആഴ്ച കൊണ്ട് പെട്ടെന്ന് എനിക്കൊരു അലർജി പെട്ടെന്ന് കൂടി അന്ന് രാത്രി മുഴുവൻ തുമ്മിയപ്പോൾ ഞാൻ എണീറ്റിരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, വർഷങ്ങളായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ശരിക്കും മര്യാദയ്ക്ക് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, അമ്മ എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാനുള്ളൊരിത് തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് പിറ്റേന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഗുളിക ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ആ ഒരു അസുഖം എന്നിൽ നിന്ന് എടുത്തു മാറ്റി തന്നു. പിന്നെ എനിക്ക് 12 വർഷമായി ഞങ്ങളൊരു സ്ഥലം 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അത് വാങ്ങിയിട്ടിട്ട് 12 വർഷമായി. ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ലൈഫിന് എഴുതി കൊടുത്ത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിലാണ്, ലൈഫിന് എഴുതി കൊടുത്തിട്ടും പാസ്സാവുന്നതേ ഇല്ല പൈസ. പിന്നെ ഞങ്ങളത് വിട്ട് ഞങ്ങൾ വാടകയ്ക്ക് കുറച്ച് ദൂരോട്ട് വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോയതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച്, മാതാവ് എനിക്കൊരു ഭവനം വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഇവിടുന്ന് പോയി കുറച്ച് ഉടമ്പടിയിൽ വെച്ച് പോയി കഴിഞ്ഞൊരു ആഴ്ച കഴിയുമ്പോൾ എനിക്കൊരു കോള് വരുന്നു. അപ്പം എനിക്കറിയില്ല, നമ്പർ കണ്ട് ഞാൻ എടുത്തപ്പോൾ പറയാണ്, ബിന്ദു, നിങ്ങൾക്ക് വീടിന് പൈസ പാസ്സായിട്ട് നിങ്ങളെന്താ അതിനൊരു റിപ്ലൈ തരാത്തത്, നിങ്ങൾക്ക് വേണ്ടേ, വീട് വേണ്ടേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ആരാന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം പറഞ്ഞു, ഞാൻ ഇവിടെ കൗൺസിലറാണ്, നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പറും അഡ്രസ്സും കിട്ടാൻ ഞങ്ങൾ ഒരുപാട് ആളുകളെടുത്ത് പോയി, എത്രയോ 2-3 ആളുകൾ വഴിയാണ് നിങ്ങളെ നമ്പർ എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് പൈസ പാസ്സായി കിടക്കുന്നുണ്ട്, അത് വന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ആ ലൈഫിൻ്റെ പൈസ പാസ്സായി. ഒരു ഭവനം മാതാവ് തന്ന് ഈ ഫെബ്രുവരി 23-ന് ഞാൻ ആ ഭവനത്തിലേക്ക് താമസം മാറി. അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ വീട്ടിലേക്ക് മാറുമ്പോൾ എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും ബൈബിളുമായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറിയത്. മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ രണ്ടാമത്തെ മകൻ, എനിക്ക് 3 മക്കളാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ എവിടെ പണിക്ക് പോയാലും എൻ്റെ മോൻ അവിടെ നിൽക്കില്ല, 2-3 ദിവസം നിൽക്കും, എന്തെങ്കിലും കുറ്റം പറഞ്ഞ് അവിടെ നിന്ന് പോരും. ഒരുപാട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച്, അവനൊരു മാറ്റവും ഇല്ല. ഇവിടെ വന്നു എന്നിട്ടും എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സംഭവം ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവിനറിയായിരുന്നു അതൊരു വലിയ പ്രശ്നമാണെന്ന്. ഞാൻ ഉടമ്പടിയിൽ വീട്ടിൽ ചെന്ന് ഇപ്പം എൻ്റെ മോൻ പണി ഇല്ലെങ്കിൽ വേറെ ആളടുത്ത് പോയിട്ട് പണി അന്വേഷിച്ചിട്ട് പണിക്ക് പോവും. അങ്ങനെ അതും എനിക്ക് മാതാവ് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനത് കാണുന്ന അമ്മ മാതാവ് എനിക്ക് തന്ന. പിന്നെ എനിക്ക് കൈക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. ഞാനും മോളും ഒറ്റയ്ക്കാണ് വീട്ടിൽ, ഒറ്റയ്ക്കല്ല, അന്നത്തെ ദിവസം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ സർജറി കഴിഞ്ഞ് എനിക്ക് പണിയൊന്നും എടുക്കാൻ കഴിയില്ല. എൻ്റെ മോള് ചോറ് അടുപ്പത്തുനിന്ന് എടുത്ത് വാർത്തതായിരുന്നു, പാത്രം മറിഞ്ഞ് അവളെ കാൽപാദത്തിലൂടെ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴുകി അടുക്കളയിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓടിച്ചെല്ലുകയാണ്. അപ്പോഴേക്ക് വെള്ളം മുഴുവൻ കാലിലാണ്, ഭയങ്കര കരച്ചിലും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ മോളോട് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഉടമ്പടി തൈലല്ലേ, നിൻ്റെ കയ്യിൽ തേനില്ലേ. ഞാൻ അപ്പം തന്നെ മോളോട് പറഞ്ഞ്, മോളെ വേഗം പോയിട്ട് പൈപ്പിൻ്റെ ചോട്ട് പോയി കാല് കഴുകിയിട്ട് വാന്ന് പറഞ്ഞ് അവൾ കാല് കഴുകി വന്ന് ഞാൻ ഉടമ്പടി തൈലും ഈ തേനും കൂടെ കാലിലേക്ക് അങ്ങോട്ട് ആക്കി നല്ലോണം തേച്ച് വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ മോളെ കാലിൽ ഒരടയാളം പോലും ഇല്ല, ഒരു പുകച്ചിലോ ഒന്നുമില്ല കുട്ടിക്ക്. അവൾ അരമണിക്കൂർ കഴിയുമ്പോൾ വീട്ടിലെ പണികളും എല്ലാം എടുത്തു. അതും മാതാവിൻ്റെ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇത്രയും തിളച്ച വെള്ളം കാലിൽ വീണിട്ടും അരമണിക്കൂർ കൊണ്ട് ആ പുകച്ചിലും ഒന്നെല്ലാം മാറ്റി തന്നത് ഈശോയുടെയും മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോകും. ഞാൻ എല്ലാവർക്കും ഒന്നും അങ്ങനെ വാരി വലിച്ചു കൊടുക്കുകയൊന്നുമില്ല. ഞാൻ മാതാവിനോട് പറയും, അമ്മേ, ഇത് കിട്ടാൻ അർഹതയുള്ളവരെ അമ്മ എനിക്ക് മുന്നിൽ കാണിച്ചു തരണമെന്ന്. ആ പത്രം കൊടുക്കുന്നവരോടൊക്കെ തന്നെ ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മൊത്തം പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ ബൈബിള് വായിക്കും, അരമണിക്കൂർ ബൈബിള് വായിക്കും. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ തൊട്ട് വൈകുന്നേരം 7 മണി വരെയുള്ള ഉപവാസം ഞാൻ എടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ശാന്തിഭവൻ ഉണ്ട്. ഒരു 10-60 ആളുകൾ ഈ ഓട്ടിസം പോലത്തെ അസുഖമുള്ളവരാണ്. അവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും. പിന്നെ തെരുവിലുള്ളവർക്ക് ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ
അവർക്കും ഭക്ഷണങ്ങൾ കൊടുക്കും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും കൂടെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇനിയും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്തോടു കൂടി ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിനും ഉടമ്പടിയുടെ സ്വഭാവം അതാണ്. ഉൽപ്പത്തി 24:1 ഉടമ്പടിയിൽ എങ്ങനെയാണ് 24-ാം അധ്യായം 1 തിരുവചനങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുക്കിയ ദൈവ മനുഷ്യ സംവിധാനമാണ് ഉടമ്പടി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഓരോ അനുഭവങ്ങളിലും അത് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ക്രിസ്തുവാകുന്ന രക്ഷ ഉടമ്പടി പ്രകാരം ശരീരത്തിൽ സൗഖ്യമായും ജീവിത മണ്ഡലങ്ങളിൽ അനുഗ്രഹമായും ആത്മാവിൽ കൃപയായും ഒക്കെ എങ്ങനെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നു. തൻ്റെ 15 വർഷമായി തനിക്കുള്ള അലർജി ഉടമ്പടി എടുക്കുന്നതിലൂടെ അത് തനിക്ക് പൂർണ്ണമായും സൗഖ്യപ്പെടുന്നു. 12 വർഷമായിട്ട് തങ്ങൾക്ക് ലൈഫിലൊക്കെ അപ്ലൈ ചെയ്തിട്ടും മറുപടി കിട്ടാത്തത് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തങ്ങൾക്ക് ഭവനത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ്, അതായത് ഭവനം പദ്ധതിയിൽ തങ്ങളും ഉൾപ്പെട്ടു എന്നും പിന്നീട് ഏറ്റവും നല്ലൊരു ഭവനം തങ്ങൾക്ക് ലഭിച്ചു. മകൻ്റെ ജോലി, ഒരു ജോലിയിലും സ്ഥിരതയില്ലാത്ത മകന് ജോലി ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും ഉടമ്പടി എന്നും ഉടമ്പടിയിലൂടെ നടക്കാത്തതൊന്നുമില്ലെന്നും നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കും. തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ വഴിയായിട്ട് ഈ മക്കൾ എങ്ങനെയാണ് ഈശോയെ പ്രഘോഷിക്കുന്നത്. കോഴിക്കോട് നിന്ന് വന്ന് ഈ സമയം അത്രയും ഇവിടെ നിന്ന് തങ്ങളുടെ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ട് പോകുവാനായിട്ട് ഈ കുടുംബം കാണിച്ച സന്നദ്ധത, അത് ചിലപ്പോൾ ആലപ്പുഴയിലും ചേർത്തലയിലുമൊക്കെ ഉള്ളവർ വരുമ്പോൾ ഇപ്പോഴേ പോകണം, തങ്ങൾക്ക് സമയമില്ല എന്ന് പറയുമ്പോഴും എത്രയോ ദൂരത്തുള്ളവർ വന്ന് അവർക്ക് സമയമുണ്ട്, അവർക്ക് എത്ര സമയം പോയാലും വേണ്ടില്ല, അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതൊക്കെ ഒരു മനോഭാവവും ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാവം. അങ്ങനെ ഈ കുടുംബം ഇന്നിവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും ഇവരുടെ കൃപയോട് കൂടി നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.